കാറ്റത്തെ കിളിക്കൂടിലെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീതു അച്ഛനും അമ്മയും ചേട്ടനുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കി കിളിക്കൂട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു സുധീഷ് ഒരു അഭിപ്രായം പറയാണ്, നമുക്ക് ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹം നടത്തിയാലോ എന്ന്. ഇതിനെക്കുറിച്ച് ഹരീഷിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചേട്ടൻ്റെ വിവാഹം കഴിയാതെ തനിക്കൊരു വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഹരീഷ് പറയുവാണ്. അതേസമയം നീതുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ. നീതു പറയുന്നുണ്ട്, അതെ, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഞാനും ഹരീഷുമായിട്ടുള്ള വിവാഹം നടക്കുമോ എന്ന് നമ്മുടെ നിധിയോട് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്, എന്താണ് തീരുമാനമെന്നറിയില്ല, നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, നീതു എന്തു പറഞ്ഞു എന്ന്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് സുഭാഷേട്ട, അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നു, അച്ഛനും അമ്മയൊക്കെ ഇനിയും വഴക്കുണ്ടാക്കുമെന്നാണ് അവൾ പറയുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷും സുധീഷും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തായി നിങ്ങളുടെ തീരുമാനം? അപ്പോൾ സുധീഷ് പറയാണ്, സുഭാഷേട്ട, അവന് ഇപ്പോൾ വിവാഹത്തിന് സമ്മതമല്ല, റെഡിയല്ല എന്നാണ് പറയുന്നത്. കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഹരീഷേ, നീ നീതുവിനെ വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ട, വിവാഹത്തെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കണ്ട. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഹരീഷ്, നീ നീതുവിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ എങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അവളിവിടെ ഉണ്ടെന്ന് അവളുടെ അമ്മയും അച്ഛനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരം ഒരു വിവാഹമാണെങ്കിൽ നമുക്കത് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷേട്ട, പെട്ടെന്നൊരു തീരുമാനമെടുക്കണം, അവളുടെ വീട്ടുകാരെ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി വരിക എന്നറിയില്ല. എന്നാൽ നികേഷ് പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്തിയാലോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, എടാ, നീ എന്താ വിചാരിച്ചേ, അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്കങ്ങ് കെട്ടാമെന്നോ? മിണ്ടാതിരുന്ന നീ എവിടെ? എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ, ഞാൻ നീതുവിനോടൊന്ന് സംസാരിക്കട്ടെ? അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നീ എന്തിനാടാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? നിന്നെ തന്നെ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ നീ പോയി ധൈര്യമായിട്ട് അവളോട് സംസാരിക്കേ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവളോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നിധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഡോറിൽ തട്ടിക്കൊണ്ട്, നീതു ഡോറ് തുറക്ക് എന്ന് പറയുകയാണ്. നീതു വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. നീതു, നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് കേട്ടതും നീതുവിന് വളരെ സന്തോഷമാവാണ്. അതിനെന്താ ഹരീഷ്, നമുക്ക് പോവാം എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നീതുവിൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഹരീഷ്. അപ്പോൾ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഹരീഷ് ബാഗൊക്കെ എടുക്കുന്നത്? സുഭാഷേട്ടൻ, പേടിക്കണ്ട, ഞാൻ അവളെ എവിടെയും ഇറക്കി വിട്ട് വരത്തൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നും പറഞ്ഞുകൊണ്ട് നീതുവിനെയും കൂട്ടിക്കൊണ്ട് ഹരീഷ് പുറത്തേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. കുറച്ചു നേരം ബീച്ചിലൂടെ നടന്നതിന് ശേഷം ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ 2 കപ്പ് കോഫി മേടിച്ചിട്ട് വരാം, നീ ഇവിടെ ഇരിക്കെന്ന് പറയുന്നു. അങ്ങനെ കോഫിയും ബിസ്ക്കറ്റുമായി ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതുവും ഹരീഷും പരസ്പരം ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീതു ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത് കേട്ട് ഹരീഷ് ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഹരീഷ്, നിനക്കറിയാമോ, ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ ഇതുപോലെ ബീച്ചിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കണമെന്ന്? അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല, വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ മാത്രം എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? അപ്പോൾ നീതു തൻ്റെ വീട്ടിലുണ്ടായ സംഭവങ്ങളെല്ലാം ഹരീഷിനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നീതു പറയുന്നുണ്ട്, നിന്നെ വേണമെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞു, അല്ല, അച്ഛനെയും അമ്മയും വേണമെങ്കിൽ നിന്നെ മറക്കാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എങ്ങനെ ഹരീഷ് നിന്നെ മറക്കുന്നത്? അതിനെനിക്ക് സാധിക്കില്ല. നീതു തിരമാലകൾ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹരീഷ് നീതുവിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. നീതു ഞെട്ടിക്കൊണ്ട് നോക്കുകയാണ്. ഹരീഷ് അങ്ങനെ തൻ്റെ കൈകളിൽ വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിക്കുന്നത് കണ്ട് നീതുവിന് അത്ഭുതം തോന്നുവാണ്. നീതു ചോദിക്കുന്നുണ്ട്, ഹരീഷേ, നീ തന്നെയാണോ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീതു, നീ അന്ന് എൻ്റെ വീട്ടിൽ വന്ന് പോലീസുകാരൊക്കെ വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലേ? നിന്റെ വീട്ടുകാർ കേസ് കൊടുത്തിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. എന്നിട്ടും നിന്റെ വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷവും തോന്നി.
അപ്പം നീതു പറയുന്നുണ്ട്, ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ അന്ന് പറഞ്ഞത്. വേറെ ഏതൊരു പെൺകുട്ടിയായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൻ്റെ വീട്ടുകാർ സത്യമാണോ നുണയാണോ പറയുന്നതെങ്കിലും അവരോടൊപ്പമല്ലേ ഏത് പെൺകുട്ടികളും നിൽക്കത്തുള്ളൂ. അന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എത്രമാത്രം ഞാൻ സന്തോഷിച്ചെന്നറിയാമോ. അന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങളാകെ കുഴപ്പത്തിലായേനെ. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, അങ്ങനെ നിന്നെ നിന്റെ വീട്ടുകാരെയും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇത് കേട്ട് ഹാരിഷ് നീതുവിൻ്റെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുകയാണ്. അപ്പോൾ നീതു അവരുടെ കൈകളിലേക്ക് നോക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ ചിരിയോടുകൂടി. ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട്, നീതു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് കേട്ടതും നീതു ആകെ ഞെട്ടിയിരിക്കുകയാണ്. നീതു ഒരുപാട് നാളായി കേൾക്കാൻ കൊതിച്ച കാര്യമാണ് ഹരീഷിൻ്റെ വായിൽ നിന്നും കേട്ടിരിക്കുന്നത്. പെട്ടെന്ന് നീതു ഹരീഷിനോട് പറയുന്നുണ്ട്, ഒരു തവണ കൂടി പറയാമോ? അപ്പോൾ ഹരീഷ് വീണ്ടും പറയാണ്, നീതു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നീതു വീണ്ടും ഹരീഷിനോട് പറയാണ്, വീണ്ടും പറ, ഒന്നുകൂടി പറ. അപ്പോൾ ഹരീഷ് വീണ്ടും പറയാണ്, നീതു ഉറക്കെ ഉച്ചത്തിലാട്ടോ പറയുന്നത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീതു എന്ന് പറയുമ്പോൾ നീതു അവിടെ നിന്നും എഴുന്നേറ്റ് വെള്ളത്തിലേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്, ഹരീഷ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നിങ്ങനെ വിളിച്ച് പറയുവാണ് ഉച്ചത്തിൽ. എന്നിട്ട് തിരിച്ച് ഹരീഷിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഹരീഷിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെ വായിൽ നിന്നും ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര നാളായി കൊതിക്കുന്നെന്നറിയാമോ? നിന്നോട് ഞാൻ പലവട്ടം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ തിരിച്ച് ഒരു വട്ടം പോലും എന്നോട് ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാ പറയുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ വാഴുമെന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ അത് ഒരു കുട്ടിക്കളിയാണെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പിന്നീട് ഒരു 2 മാസത്തോളം നിന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നിന്നെ വിവാഹം കഴിക്കണമെന്നോ നിന്നോടൊപ്പം ജീവിക്കണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അന്ന് എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ആ സംഭവത്തിന് ശേഷം എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാവുകയും നിന്നോടൊപ്പം ജീവിക്കണമെന്നും നിന്നെ വിവാഹം കഴിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ടായി. നമ്മുടെ നീതുവിനാണെങ്കിൽ ഹരീഷ് ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അതിങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ്, എനിക്കിത് വിശ്വസിക്കാമോ? ലാസ്റ്റ് നീ പ്രാങ്കാണെന്ന് പറയോ എന്ന് നീതു ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് നീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുവാണ്. അപ്പോൾ ഹരീഷ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നീതു, നീ എന്തിനാ കരയുന്നത്? അപ്പം നീതു പറയുന്നുണ്ട്, അത് കരയുമല്ല, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് നീതു പെട്ടെന്ന് ഹരീഷിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുവാണ്. വീണ്ടും നീതു ചോദിക്കുന്നുണ്ട്, ഹരീഷേ, എനിക്കിതൊക്കെ വിശ്വസിക്കാമല്ലോ അല്ലേ? നീ വിശ്വസിച്ചോ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് നീതു. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, അപ്പോൾ നീ എന്നെ തിരിച്ച് വീട്ടിലേക്ക് അയക്കില്ലല്ലോ? ഇല്ല, നീ എന്നെ വിശ്വസിച്ച് നിന്റെ വീട്ടുകാരെയും എതിർത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നതല്ലേ? നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല, നിന്നോടൊപ്പം ഞാനുണ്ടാവും. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇനി എൻ്റെ അച്ഛനും അമ്മയും എന്നെ തേടി വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, നീ എന്നെ കൈവിടില്ലല്ലോ. ഇത് കേട്ട് ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട്, നീതു, എനിക്ക് നിന്നെ പെട്ടെന്നൊന്നും വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. നീ എന്താ പറയുന്നതെന്ന് നീതു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ എനിക്ക് നിന്നെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല നീതു. ഓരോരോ കാരണങ്ങളാൽ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കാതിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് സുധീഷ് ഏട്ടൻ വിവാഹം കഴിച്ചു വന്നത്. പിന്നീട് സുഭാഷ് ഏട്ടൻ്റെ വിവാഹം ആലോചിച്ച് പോകുമ്പോഴെല്ലാം അവരെല്ലാവരും ചോദിക്കും, അല്ല, ചേട്ടൻ്റെ വിവാഹം കഴിയാതെയാണോ അനിയൻ്റെ വിവാഹം നടത്തിയത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ മറുപടിയൊന്നുമില്ല. ഇനി ഞാൻ കൂടി വിവാഹം കഴിച്ചാൽ പിന്നീട് സുഭാഷ് ഏട്ടൻ്റെ കാര്യം എന്താവും? ഞാൻ കൂടി വിവാഹം കഴിച്ചാൽ സുഭാഷ് ഏട്ടനെ വിവാഹമാലോചിച്ച് പോകുന്ന സ്ഥലത്തെല്ലാം അവർ ചോദിക്കും, അല്ല, അനിയന്മാരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു, എന്തുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പോൾ അതും പ്രശ്നമാവും. പിന്നീട് സുഭാഷ് ഏട്ടൻ വിവാഹമേ വേണ്ടെന്ന് വെക്കും. എനിക്ക് പേടിയാണ് നീതു. സുഭാഷ് ഏട്ടൻ്റെ സമ്മതമില്ലാതെ ഞങ്ങൾ സുഭാഷ് ഏട്ടനെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് ഒരുപാട് വിഷമമായിരുന്നു. ഇപ്പോൾ ആ വിഷമമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി, സുഭാഷ് ഏട്ടൻ്റെ വിവാഹത്തെ പറ്റിയൊന്നും സംസാരിക്കാത്തത്.
സുഭാഷേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ് സുഭാഷേട്ടൻ ഒന്ന് സെറ്റിലാവുന്നത് വരേക്കും ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല നീതു. നീതു, നീ നിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ഈ നിമിഷം വരേക്കും ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ചോ എൻ്റെ ജോലിയെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. വിവാഹം നടത്താനുള്ള ക്യാഷ് പോലും എൻ്റെ കയ്യിലില്ല. അതൊക്കെ പിന്നീട് ഉണ്ടാക്കാമെന്ന്, വിവാഹം കഴിഞ്ഞിട്ടുണ്ടാക്കാമെന്നും നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മുടെ ചേട്ടൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, ഹരീഷേ നീ വിഷമിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, അല്ല അത് വിചാരിച്ച് ഞാൻ നിന്നോട് നിൻ്റെ വീട്ടിലേക്ക് പോകാനൊന്നും പറയില്ല. പിന്നെ നീ എന്താ പറയുന്നേ? വിവാഹം കഴിക്കാതെ നിൻ്റെ വീട്ടിൽ താമസിക്കാനാണോ നീ പറയുന്നതെന്ന് നീതു ചോദിക്കുന്നുണ്ട്. അത് ശരിയല്ലല്ലോ നീതു. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, നീ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നേ? ഈ ബീച്ചിൽ എന്നെ ഇറക്കി വിട്ടിട്ട് പോവാനാണോ? അപ്പോൾ ഹരീഷ് നീതുവിൻ്റെ തലക്കൊട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നീതു ചിരിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ സ്നേഹത്തോടെ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നു, ഇത്ര നേരം സംസാരിക്കുകയും ചെയ്തില്ലേ, അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. നീ എന്തായാലും വീട്ടിലേക്ക് പോണ്ട. വീട്ടിലേക്ക് പോയാലേ അച്ഛൻ്റെ അമ്മയുടെയും അടി പിന്നെയും കൊള്ളേണ്ടി വരും. അപ്പോൾ പുറത്തെവിടെയെങ്കിലും താമസിക്കാമെന്ന് പറയുകയാണ് ഹരീഷ്. പുറത്തെവിടെ താമസിക്കാനെന്ന് ഇത് ചോദിക്കുമ്പോൾ, അല്ല നമ്മുടെ ഏട്ടത്തി മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു ഹോസ്റ്റലുണ്ടല്ലോ, ഞാൻ ഏട്ടത്തിയോട് അവിടെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ നീതു പറയുന്നുണ്ട്, അതിന് എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല. അതിന് നിന്നോടാരാ ക്യാഷ് ചോദിച്ചത്? നീ ഹോസ്റ്റലിൽ പോയി താമസിക്കേ, ക്യാഷിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ എന്ന് ചോദിക്കുമ്പോൾ നീതു പെട്ടെന്ന് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പോൾ നീയല്ലേ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? അപ്പം നീതു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്, പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് വീട്ടിലേക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു നീ എന്നെ വിവാഹം കഴിച്ചാൽ ആ മാലയും കഴുത്തിലിട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാമെന്നാ. പക്ഷേ അതിനിപ്പോൾ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാലും കുഴപ്പമില്ല. ഹരീഷ് നീതുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചേ, നിന്നോട് എനിക്കെന്തിനാ ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പെട്ടെന്ന് നിന്നെ വിവാഹം കഴിക്കാമെന്ന ലക്ഷ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ശരി നീതു, നീ ഹോസ്റ്റലിൽ താമസിക്കേ, നിനക്കെന്താ പേടിയാണോന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പം നീതു പറയുന്നുണ്ട്, ഏയ് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തിനു ഹോസ്റ്റലിൽ താമസിക്കണം? എനിക്കൊരു വീടില്ലേ, എനിക്ക് അവകാശപ്പെട്ട വീട് തന്നെയാണത്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നെന്ന് വെച്ച് എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സമയത്ത് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു എന്നേ ഉള്ളൂ. ഞാൻ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. നീ നിൻ്റെ വീട്ടിൽ പോയാൽ അവരെന്തെങ്കിലും നിന്നെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ഹരീഷ് ചോദിക്കുകയാണ്. എന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ എന്നെ രക്ഷിക്കാനായിട്ട് വരില്ലേ? ആഹാ, അങ്ങനെ നിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ രക്ഷിക്കാൻ വന്നിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് ഹരീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നീ ഒരു നല്ല പെൺകുട്ടിയാണെന്ന് ഹരീഷ് പറയുകയാണേ. ഓ, അത് ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായതെന്ന് നീതു ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷ് നീതുവിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് നന്നായി അല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, വീട്ടുകാരെന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. എന്തായാലും എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ കാത്തൊരാൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ എനിക്കവിടെ ജീവിക്കാമല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പം നീതു പറയുന്നുണ്ട്, എനിക്കൊരു ഫോൺ മേടിച്ചു തരാമോ? അതിനെന്താ, ഞാൻ മേടിച്ചു തരാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എൻ്റെ അമ്മ എറിഞ്ഞു പൊട്ടിച്ചു. എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിന്നെ വിളിച്ച് പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഫോൺ മാത്രം പോരാ കേട്ടോ, എനിക്കൊരു സിമ്മ് കൂടി വേണമെന്ന് നീതു പറയുന്നുണ്ട്. അതിനെന്താ, അതെല്ലാം ഞാൻ റെഡിയാക്കി തരാമെന്ന് വളരെ സന്തോഷത്തോടെ തന്നെ ഹരീഷ് പറയുന്നുണ്ട്. സമയം സുധീഷ് വീട്ടിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവരെ കാണാനില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ എത്ര നേരമായി അവർ രണ്ടുപേരും പുറത്തേക്ക് പോയിട്ട്, അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല, അവരെന്ത് തീരുമാനം എടുത്തിരിക്കുന്നത് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണ്ടേ എന്ന് പറയുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെ നിങ്ങൾ മിണ്ടാതെ അവിടെ എങ്ങാനും പോയിരിക്കാമോ? അത് കേട്ട് സുധീഷ് നിധിയുടെ മുഖത്തേക്ക് ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്.
സുധീഷ് അവിടെ ചെയറിൽ പോയിരിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, അവർ വരട്ടെ, നിങ്ങളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് വന്നോളും. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവർ കുറേ സമയമായില്ലേ പോയിട്ട്, ഈ ഹരീഷ് വീട്ടിൽ നമ്മളോട് തന്നെ അധികം സംസാരിക്കത്തില്ല, പിന്നെ ഇത്രയും നേരം ആ നീതുവിനോട് സംസാരിക്കാൻ എന്തായിരിക്കും, സംതിങ് സ്പെഷ്യൽ. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനി രണ്ടുപേരും പോണ വഴിക്ക് വഴക്കുണ്ടാക്കി കാണുമോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരി തന്നെ, അവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ അധികവും വഴക്കുണ്ടാകാനാണ് സാധ്യത. അപ്പോൾ സുഭാഷ് ഏട്ടന് ദേഷ്യം വരും കേട്ടോ. സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കാമോ, അവരിങ്ങ് വന്നോളും. അപ്പം നിധി പറയുന്നുണ്ട്, നികേഷ് നീ അവരുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക്. നികേഷ് തൻ്റെ ഫോൺ എടുത്ത് ഹരീഷിനെ വിളിക്കുകയാണ്. ഹരീഷ് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, ഹരീഷേട്ടാ, നിങ്ങളിത് എവിടെയാ, ഇവിടെ എല്ലാവരും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് സുധീഷേട്ടൻ ചോദിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ ഞാൻ എപ്പോഴാടാ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ നികേഷ് പറയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഇതിനിടയിൽ ഹരീഷ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തായി, അല്ല അവനിങ്ങോട്ടേക്ക് വന്നിക്കൊണ്ടിരിക്കുകയത്രേ, അപ്പോൾ നിനക്ക് ചോദിക്കായിരുന്നില്ലേ എന്തായി തീരുമാനമെന്ന്. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെയല്ലേ അവർ വരുന്നത്, പിന്നെ എന്തിനാ ഫോണിലൂടെ ചോദിക്കുന്നത്, അവർ വന്നിട്ട് പറയും. ഞാനാകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്, അവർക്കതങ്ങ് പറയാമായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ചുമ്മാതിരിക്കാമോ. അപ്പോൾ അത് കേട്ട് സുധീഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ നിനക്ക് എൻ്റെ വായടുപ്പിക്കാൻ നല്ല വശമാണല്ലോ. പെട്ടെന്ന് സുഭാഷേട്ടൻ ചോദിക്കുകയാണ്, അല്ല സുധീഷേ, അവരിനി വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ സുധീഷും സന്തോഷമാവുകയാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുഭാഷേട്ടാ ഞാനും അത് തന്നെയല്ലേ പറയുന്നത്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അവർ വരട്ടെ. ഇതേ സമയം ഹരീഷും നീതുവും അങ്ങോട്ടേക്ക് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നീതുവും ഹരീഷും വളരെ സന്തോഷത്തിലാണ്. നീതു ചിരിച്ചുകൊണ്ട് ഹരീഷിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നീതു ഹരീഷിൻ്റെ അരയിലൂടെ കെട്ടിപ്പിടിച്ചിട്ടാണ് ബൈക്കിലിരിക്കുന്നത്. അവർ നേരെ പോകുന്നതൊരു മൊബൈൽ ഷോപ്പിലേക്കാണ്. അവിടെ എത്തിയതും നീതു തനിക്കൊരു ഐഫോൺ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഹരീഷ് ആകെ വല്ലാതാവുന്നുണ്ട്. ശരി, എത്ര രൂപയാണെന്ന് ഷോപ്പുകാരനോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് 1.5 ലക്ഷം രൂപയാവുമെന്ന്. ഇത് കേട്ട് ഹരീഷ് ഞെട്ടുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് നീതു പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, എനിക്കൊരു സാധാ ഫോൺ നീ മേടിച്ചു തന്നാൽ മതി. അങ്ങനെ നല്ല ക്യാമറ ക്വാളിറ്റിയും എല്ലാമുള്ള നല്ലൊരു ഫോണ് 7000 രൂപയുടെ ഉള്ളിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹരീഷ്. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 7000 രൂപയുടെയും പിന്നെ 9000 രൂപ 10000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹരീഷ് അതൊക്കെ നോക്കുകയാണ്. എന്നിട്ട് 10000 രൂപയുടെ ഫോൺ സെലക്ട് ചെയ്തിട്ട് ഇത് മതിയെന്ന് പറയുന്നു. പെട്ടെന്ന് നീതു പറയുന്നുണ്ട്, ഏയ് എന്തിനാ ഹരീഷേ, 10000 രൂപയുടെ ഫോണൊക്കെ, എനിക്ക് അത്രയ്ക്ക് റേറ്റ് ഉള്ളതൊന്നും വേണ്ട, 7000 രൂപയുടെ മതിയെന്ന് പറയുന്നു. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, വേണ്ട, എടുക്കുമ്പോൾ നല്ലത് തന്നെ എടുക്കാമല്ലോ, കുഴപ്പമില്ലെന്ന് പറയുകയാണ്. എന്നാൽ നീതു സമ്മതിക്കുന്നില്ല, എനിക്ക് അത്രയും റേറ്റ് ഉള്ളതൊന്നും വേണ്ട, 7000 രൂപയുടെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതെന്നല്ലേ പറഞ്ഞത്, എനിക്കത് മതി. എന്നാൽ ഹരീഷ് പറയുന്നുണ്ട്, നീതു നീ 1 ലക്ഷം രൂപയുടെയൊക്കെ ഫോണല്ലേ എന്നോട് ചോദിച്ചത്, അതൊന്നും വാങ്ങിത്തരാൻ എനിക്ക് തൽക്കാലം കഴിയില്ല, അതുകൊണ്ട് ഈ ഫോൺ നീ എടുക്കണം, ഞാനിതെനിക്ക് നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറയുകയാണ്. എന്നാൽ ശരിയെന്ന് നീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഫോണ് കയ്യിൽ കിട്ടിയതും നീതു രണ്ടുപേരുടെയും ഒരു സെൽഫി എടുക്കുകയാണ്. ഇതേ സമയം നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ ടെൻഷനിലിരിക്കുകയാണ്. അവരുടെ അയൽക്കാരൊക്കെ വീടിന് മുന്നിലിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നീതു പോയതറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നീതുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ അടിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു, അതുകൊണ്ടായിരിക്കുമല്ലേ ഈ വീട്ടിൽ വിട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ്. അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്, നിൻ്റെ മകൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിന് അവരെന്ത് ചെയ്യാനാണെന്ന് പറയുവാണ്. അവരെല്ലാവരും വീടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് നമ്മുടെ ഹരീഷ് നീതുവിനെയും കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ വീടെത്തുന്നതിന് മുൻപ് കുറച്ച് അകലം വിട്ട് നീതു പറയുന്നുണ്ട്, വണ്ടി ഇവിടെ നിർത്തിയേക്കെന്ന് പറയുമ്പോൾ ബൈക്ക് അങ്ങ് സൈഡിലേക്ക് നിർത്തുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ ഇറങ്ങുന്നത്, അങ്ങോട്ടേക്ക് വീടിനടുത്തേക്ക് ചെല്ലുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, കണ്ടില്ലേ അവിടെ എല്ലാം ആളുകളുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം, നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട് നിൻ്റെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കുമ്പോൾ,
പറയുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ ഹോസ്റ്റലിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ നീതു പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, അവരെനിക്ക് അറിയാവുന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ദേ നീതു, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ നിന്നെ അടിക്കില്ലേ, എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നീതു പറയുന്നുണ്ട്, അവരെന്നെ അടിക്കുമായിരിക്കും, അതെനിക്ക് ശീലമായില്ലേ, കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അവരെങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയാം.